ഹലോ, വെൽക്കം ബാക്ക്. മീനിൽ ഏറ്റവും റിച്ചായിട്ടുള്ള ഒരു ഫിഷാണ് കൂന്തൽ. അതിലൊത്തിരി ഗുണങ്ങൾ നമുക്കുണ്ട്. കൂന്തലിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് നന്നായി അടങ്ങിയിട്ടുണ്ട്. അത് ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസിനും കൊളസ്ട്രോൾ ലെവലും ബ്ലഡ് പ്രഷറും ഒക്കെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ കണ്ണുകളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. അങ്ങനെയുള്ള കൂന്തലിൻ്റെ ഒരു ഡിഷാണെന്ന് കാണിക്കുന്നത്. ഇതിന് ഞാൻ ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് നന്നായി ഇട്ട് ഇളക്കി ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഒരു 3 സബോള, മീഡിയം സൈസിലുള്ള 3 സബോളയും 2 ഗ്രീൻ ചില്ലിയും ഇട്ട് നന്നായി ഇളക്കി ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കണം. ഇവിടെ 1/2 കിലോ കൂന്തലാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് തലഭാഗം കളഞ്ഞ് ഉള്ളിൽ ഉള്ളതെല്ലാം വേസ്റ്റെല്ലാം റിമൂവ് ചെയ്ത് നന്നായി ഉപ്പിട്ട് നന്നായി ഉരച്ച് കഴുകി വട്ട കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുമന്നുള്ളി ഇപ്പോൾ ഏകദേശം ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ചുമന്നുള്ളി എല്ലാ സബോള ഏകദേശം ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു തക്കാളി, നന്നായി പഴുത്ത ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം, നന്നായി അരച്ച് ഈ കൂട്ടിലേക്ക് ചേർക്കും. ഒന്നും കൂടി നന്നായി ഇളക്കി തക്കാളിയുടെ പച്ചച്ചുകയും വെള്ളമയവും എല്ലാം മാറ്റിയെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതിനും വേണ്ടി വരും. തക്കാളിയുടെയും പച്ചച്ചുകയെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ കൂട്ടിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഞാൻ എരിവ് കുറയാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് 1/4 ടീസ്പൂണോളം ഗരം മസാല എല്ലാം ഇട്ട് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് നന്നായി അത് മൊരിച്ചെടുക്കുക. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 2 കപ്പ് വെള്ളം. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എണ്ണ വറ്റി തെളിഞ്ഞ് വരും. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയോ പാനോ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ കൂന്തൽ, വട്ടത്തിൽ നിർത്തിയ കൂന്തൽ കഷ്ണങ്ങൾ ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഇട്ട് വേവിക്കുക. കൂന്തലിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേവുന്നതിന് ഒരു 15 തൊട്ട് 25 മിനിറ്റ് വരെ വേണം. അല്ലെങ്കിൽ നമ്മൾ കുക്കർ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കുറുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 20 മിനിറ്റെങ്കിലും വേണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു കുടപ്പുളി കഷ്ണം ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനാണ്. അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊഴിക്കാം. അതിലും ടേസ്റ്റ് കുടപ്പുളി ഇടുന്നതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പതുക്കെ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റും കൂടി മതി. ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒണിയനും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചില്ലി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ